ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, മൈക്രോ ഇക്കണോമിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മൊണോപ്പൊളിയെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഒരു മൊണോപ്പൊളി മാർക്കറ്റിൽ എങ്ങനെയാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ സാധ്യമാകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അണ്ടർ മൊണോപ്പൊളി മാർക്കറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു തരത്തിലുള്ള പ്രൈസ് ഡിസ്ക്രിമിനേഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ഈ മൊണോപ്പൊളി മാർക്കറ്റ് അന്താരാഷ്ട്ര തലത്തിൽ ഈ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡംപിങ്. ഓക്കെ, ഡംപിങ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. എന്താണ് ഡംപിങ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഡംപിങ് മീൻസ് സെല്ലിംഗ് എ പ്രൊഡക്റ്റ് അറ്റ് എ ലോവർ പ്രൈസ് ഓർ ബിലോ ഇറ്റ്സ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എബ്രോഡ് ദാൻ ഈസ് ചാർജ്ഡ് ഫോർ ഇറ്റ് ഇൻ ദ ഹോം മാർക്കറ്റ്. അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് മാർക്കറ്റുകൾ ഈ ഒരു ഡെഫിനിഷനിൽ തന്നെ പറയുന്നുണ്ട് അല്ലേ. ദാറ്റ് ഈസ് ഹോം മാർക്കറ്റ് ആൻഡ് എബ്രോഡ്. ഹോം മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡൊമസ്റ്റിക് മാർക്കറ്റിനെയാണ് നമ്മൾ ഹോം മാർക്കറ്റ് എന്ന് പറയുക അല്ലേ. അതായത് ഒരു ഇന്ത്യൻ ഇക്കണോമിയിൽ പ്രവർത്തിക്കുന്ന ഒരു മൊണോപ്പൊളി മാർക്കറ്റാണ് അല്ലെങ്കിൽ മൊണോപ്പൊളി ഫേം ആണെന്നുണ്ടെങ്കിൽ ആ ഇന്ത്യൻ ഇക്കണോമിക്ക് അകത്ത് വിൽപ്പന നടത്തുന്നതിനെയാണ് ഹോം മാർക്കറ്റ് അല്ലെങ്കിൽ ട്രേഡ് അണ്ടർ ഹോം മാർക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ ട്രേഡ് അണ്ടർ എബ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഇന്ത്യൻ വിപണിയിൽ നിന്ന് മറ്റുള്ള രാഷ്ട്രങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിനെ ട്രേഡ് എബ്രോഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണ് ഡംപിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സെല്ലിങ് എ പ്രൊഡക്റ്റ് അറ്റ് എ ലോവർ പ്രൈസ്. നമ്മൾ പറഞ്ഞു മൊണോപ്പൊളിയിൽ ഇൻ്റർനാഷണൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെയിം കമ്മോഡിറ്റി വ്യത്യസ്ത വിലയ്ക്ക് വ്യത്യസ്ത ആളുകൾക്ക് ഈടാക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡംപിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് സെല്ലിങ് എ പ്രൊഡക്റ്റ് അറ്റ് എ ലോവർ പ്രൈസ് അല്ലേ, കുറഞ്ഞ വിലയ്ക്ക് ഒരു കമ്മോഡിറ്റി വിൽക്കാൻ വേണ്ടി തയ്യാറാകുന്നു. എബ്രോഡ് ദാൻ ഇറ്റ് ഈസ് ചാർജ്ഡ് ഇൻ ദ ഹോം മാർക്കറ്റ്. അതായത് ഹോം മാർക്കറ്റിൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വിൽക്കുന്ന വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് അന്താരാഷ്ട്ര വിപണിയിൽ ഒരു പ്രൊഡക്റ്റ് വിൽപ്പന നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് പറയും, ഡംപിങ് എന്ന് പറയും. ഇവിടെ നമുക്ക് സ്വാഭാവികമായിട്ടും പറയാൻ സാധിക്കും എന്താ, ഹോം മാർക്കറ്റിൽ വില കൂടുതലായിട്ടും അതുപോലെ തന്നെ അബ്രോഡ് അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വില കുറച്ചും വിൽക്കുന്നതിനെയാണെന്ന് പറയുന്നത് ഡംപിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡംപിങ് എന്താണെന്നുള്ളത് ഒന്നുകൂടി കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഡംപിങ് മീൻസ് സെല്ലിംഗ് എ പ്രൊഡക്റ്റ് അറ്റ് എ ലോവർ പ്രൈസ് ഓർ ബിലോ ഇറ്റ്സ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അബ്രോഡ് ദാൻ ഈസ് ചാർജ്ഡ് ഫോർ ഇൻ ദ ഹോം മാർക്കറ്റ്. അതായത് ഹോം മാർക്കറ്റിൽ വില കൂടുതലായിട്ടും ഫോറിൻ മാർക്കറ്റിൽ വില കുറഞ്ഞും വിൽക്കും, സെയിം കമ്മോഡിറ്റി വില കുറച്ചും വിൽക്കുകയാണെങ്കിൽ അതിനെ ഡംപിങ് എന്ന് പറയും. ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിലൊക്കെ കാണാൻ സാധിക്കും അല്ലേ. ഒരു കാലത്ത് ഈ ചൈനീസ് ഉൽപ്പന്നങ്ങളൊക്കെ നമ്മളുടെ വിപണി വാങ്ങിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ചൈനീസ് ഉൽപ്പന്നങ്ങൾ വളരെ വില കുറച്ചിട്ട് നമ്മളുടെ മാർക്കറ്റിൽ എത്തിക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്താ ചെയ്തിരുന്നത്, ചൈനയിൽ ധാരാളമായിട്ട് ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റുകളുടെ വലിയൊരു മാർക്കറ്റായിട്ട് നമ്മളുടെ ഇന്ത്യൻ ഇക്കണോമിയെ അവർ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ സാധനങ്ങൾ എന്താണ് നമ്മളുടെ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അവരുടെ കമ്മോഡിറ്റീസ് ഇവിടെ ഡംപ് ചെയ്യുന്ന ഒരു അവസ്ഥ നിലനിന്നിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ വില കുറച്ച് വിൽക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡംപിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻ്റർനാഷണൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അല്ലേ. രണ്ട് തരത്തിൽ ഒരേ കമ്മോഡിറ്റിക്ക് വ്യത്യസ്ത വില ഈടാക്കുന്നതിനെയാണ് ഈ ഒരു ഇൻ്റർനാഷണൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡംപിങ് ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് ചാർജിങ് എ ലോവർ പ്രൈസ് ഫോർ എ ഗുഡ് വെൻ ദാറ്റ് ഗുഡ് ഈസ് എക്സ്പോർട്ടഡ് ആൻഡ് ഹയർ പ്രൈസ് ഫോർ ദ സെയിം ഗുഡ് വെൻ ഇറ്റ് ഈസ് സോൾഡ് ഡൊമസ്റ്റിക്കലി അല്ലേ. മറ്റൊരു അർത്ഥത്തിൽ ഇങ്ങനെയും പറയാം, ഒരു കമ്മോഡിറ്റി എന്താണ് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നു എപ്പോൾ, ആ ഒരു കമ്മോഡിറ്റി എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത്. അതേസമയം സെയിം കമ്മോഡിറ്റി ഡൊമസ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ട് വിൽപ്പന നടത്തുമ്പോൾ ഹയർ പ്രൈസ് ഈടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് പറയും, ഡംപിങ് എന്ന് പറയും. ഓക്കെ, ദാറ്റ് ഈസ് ഡംപിങ്. ദെൻ dumping is possible because the greater price elasticity of demand in the foreign market. ഈ ഒരു ഡംപിങ് എല്ലാ രാഷ്ട്രങ്ങൾക്കും എല്ലാ സമയത്തും സാധ്യമായിക്കൊള്ളുന്നില്ല. എപ്പോഴാണ് ഈ ഒരു ഡംപിങ് സാധ്യമാവുന്നത്,
ഡംപിങ് ഈസ് പോസിബിൾ ബിക്കോസ് ഓഫ് ദ ഗ്രേറ്റർ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇൻ ദ ഫോറിൻ മാർക്കറ്റ്. അതായത് ഒരു കമ്മോഡിറ്റിക്ക് ഫോറിൻ മാർക്കറ്റിൽ വളരെ വലിയ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡംപിങ് നടത്താൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നമ്മളുടെ ഇക്കണോമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്മോഡിറ്റി മറ്റുള്ള രാഷ്ട്രങ്ങൾ ആവശ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഡിമാൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാൻ പറ്റില്ല, വില കുറച്ചിട്ട് ഫോറിൻ മാർക്കറ്റിൽ എത്തിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ഗ്രേറ്റർ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ഫോറിൻ ട്രേഡിനകത്ത് കമ്മോഡിറ്റീസ് വില കുറച്ച് വിൽക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. Then next is the price elasticity of demand for the product in the foreign market is higher than home because of the competition from producers from other nations in the foreign market. ഒരു കോൺസെപ്റ്റ് ആണ് അല്ലേ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താ, ഓഫ് ദ പ്രൊഡക്റ്റ് ഇൻ ദ ഫോറിൻ മാർക്കറ്റ് ഈസ് ഹയർ. ഫോറിൻ മാർക്കറ്റിൽ വളരെയധികം കൂടുതലായിരിക്കും പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതിനുള്ള കാരണം എന്താ, ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ കോമ്പറ്റീഷൻ ഫ്രം പ്രൊഡ്യൂസേഴ്സ് ഫ്രം അതർ നേഷൻസ് ഇൻ ദ ഫോറിൻ മാർക്കറ്റ്. നമുക്കറിയാം, അന്താരാഷ്ട്ര വിപണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം രാഷ്ട്രങ്ങൾ എന്താണ് അവിടെ ട്രേഡിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു അന്താരാഷ്ട്ര വിപണിയിൽ കുറേയധികം ട്രേഡേഴ്സ്, കുറേയധികം എക്സ്പോർട്ടേഴ്സും ഉണ്ടാവും, അതേപോലെ തന്നെ ഇമ്പോർട്ടേഴ്സും ഉണ്ടാവും. അപ്പോൾ വലിയൊരു കോമ്പറ്റീഷനാണ് ഈ ഒരു അന്താരാഷ്ട്ര വിപണിയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ ഈ ഒരു കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കൂടുതലും ഡൊമസ്റ്റിക് മാർക്കറ്റിൽ എന്താണ് ഈ ഒരു പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കുറവും ആയിരിക്കും. ഇമ്പോർട്ട് താരിഫ്സ് ആൻഡ് അതർ ട്രേഡ് ബാരിയേഴ്സ് ആർ യൂസ് ടു റെസ്ട്രിക്ട് കോമ്പറ്റീഷൻ ഫ്രം ഫോറിൻ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ ഇത്തരത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഈ ഒരു കോമ്പറ്റീഷൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കോമ്പറ്റീഷൻ കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഈ ഗവൺമെൻറ് ചെയ്യാറ്, ഓരോ രാഷ്ട്രങ്ങളുടെയും ഗവൺമെൻറ് ചെയ്യാറ്, ഇമ്പോർട്ട് താരിഫ്സ് ആൻഡ് അതർ ട്രേഡ് ബാരിയേഴ്സ് അല്ലേ. ഇത്തരത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ എത്തുന്ന കമ്മോഡിറ്റീസിന് ഇമ്പോർട്ട് താരിഫ് ചുമത്തുക, അല്ലെങ്കിൽ മറ്റുള്ള ട്രേഡിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. അപ്പോൾ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തുക വഴി എന്താണ് ഈ ഒരു കോമ്പറ്റീഷൻ ഇല്ലാതാക്കിയിട്ട് കോമ്പറ്റീഷൻ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇമ്പോർട്ട് താരിഫൊക്കെ കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമ്മോഡിറ്റിയുടെ വില വർദ്ധിക്കും. ആ കമ്മോഡിറ്റിയുടെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഒരു കമ്മോഡിറ്റി വാങ്ങുന്നതിനുള്ള ആളുകളുടെ എണ്ണം കുറയും, ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു കമ്മോഡിറ്റി മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു ഇമ്പോർട്ട് താരിഫും അതുപോലെ തന്നെ ട്രേഡ് ബാരിയേഴ്സും ഒക്കെ കൊണ്ടുവരുന്നത് വേണ്ടിയിട്ട് ഈ അന്താരാഷ്ട്ര വിപണിയിലുള്ള ട്രേഡ് റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ട്രേഡ് കോമ്പറ്റീഷൻ അത് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ ഡംപിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. നമുക്കറിയാം തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അല്ലേ. തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വിവിധ കമ്പോളങ്ങളിൽ വിവിധ വിലയ്ക്ക് ഈടാക്കുന്നതിനെയാണ്, വിവിധ വിലയ്ക്ക് കമ്മോഡിറ്റീസ് വിൽക്കുന്നതിനെയാണ് തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒന്നിൽ കൂടുതൽ കമ്പോളം അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര വിപണിയിൽ ഒന്നിൽ കൂടുതൽ ഫേമുകൾ ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, അത് ഡിമാൻഡ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് വ്യത്യസ്ത വിലയ്ക്ക് ഈടാക്കുന്നതിനെയാണെന്ന് പറയുന്നത് തേർഡ് ഡിഗ്രി പ്രൈസ്. അപ്പോൾ ഈ ഡംപിങ് ഈസ് ഓൾസോ എ തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ദെൻ ദ ടു കണ്ടീഷൻസ് ഫോർ ഡംപിങ്, അതായത് ഇത്തരത്തിൽ ഡംപിങ് നടത്തണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും പാലിച്ചു പോരേണ്ട ചില കണ്ടീഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു രാഷ്ട്രത്തിന് അന്താരാഷ്ട്ര വിപണിയിൽ തൻ്റെ കമ്മോഡിറ്റീസ് വില കുറച്ച് വിൽക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതിൽ ഫസ്റ്റ് കണ്ടീഷനായിട്ട് പറയുന്നത് എന്താ, ദ ഇൻഡസ്ട്രി മസ്റ്റ് ബി ഇംപെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ്. അതായത് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരിക്കണം നിലനിൽക്കുന്നത്. നമുക്കറിയാം പെർഫെക്റ്റ് കോമ്പറ്റീഷനും ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനും തമ്മിലുള്ള വ്യത്യാസം. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് സെല്ലിംഗ് ഹോമോജീനിയസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അല്ലേ. അവിടെ ധാരാളം വിൽപ്പനക്കാരും ധാരാളം വാങ്ങൽക്കാരും നിലനിൽക്കുന്ന ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഇത്തരത്തിലുണ്ടാവുന്ന ഡംപിങ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. എന്തുകൊണ്ടായിരിക്കാം അത്? ഇപ്പോൾ വളരെ വില കുറച്ച് വിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ധാരാളം വിൽപ്പനക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അവർ ഈ ഒരു കമ്മോഡിറ്റിക്ക് പകരം മറ്റൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ കമ്മോഡിറ്റിക്ക് പകരം മറ്റൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിട്ട് വരും. അപ്പോൾ ഇത്തരത്തിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഡംപിങ് സാധ്യമാവുന്നില്ല. ദെൻ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിരിക്കണം അല്ലേ. ഒരു ഇൻഡസ്ട്രിയിൽ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെങ്കിൽ മാത്രമേ അവിടെ ഡംപിങ് നടപ്പിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാത്ത പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഡംപിങ് കൊണ്ടുവന്നാൽ പോലും അത് വിജയകരമായിട്ട് ആ ഒരു രാഷ്ട്രത്തിന് നടപ്പിലാക്കാനായിട്ട് സാധിക്കില്ല. Okay. Then next condition for dumping is market must be segmented.
സെഗ്മെൻറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു രാഷ്ട്രത്തിൽ മാത്രം അല്ലെങ്കിൽ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ മാത്രമുള്ള ഒരു മാർക്കറ്റിനകത്ത് അല്ലെങ്കിൽ ആ ഒരു വിപണിക്കകത്ത് എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ഡംപിങ് നടപ്പിലാക്കാനായിട്ട് സാധിക്കില്ല. ഇറ്റ് മസ്റ്റ് ബി സെഗ്മെൻറ്റഡ് അല്ലെ. വിവിധ രാഷ്ട്രങ്ങളിൽ സ്വന്തം കമ്മോഡിറ്റീസ് വിൽപ്പന നടത്തുന്നുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വിപണിയിൽ ഈ ഒരു കമ്മോഡിറ്റീസ് വിൽപ്പന നടത്തുന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡംപിങ് നടപ്പിലാക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. ദെൻ ഈ ഒരു ഡംപിങ് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ്റെ ഡയഗ്രമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഡയഗ്രത്തിൽ എക്സ് ആക്സിസിൽ ഔട്ട്പുട്ടാണ് മെഷർ ചെയ്യുന്നത്, അതേപോലെ തന്നെ വൈ ആക്സിസിൽ കോസ്റ്റ് അതുപോലെ തന്നെ പ്രൈസ് മെഷർ ചെയ്യുന്നുണ്ട്. ദെൻ ഈ ഒരു ഡയഗ്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഡയഗ്രത്തിനകത്ത് ഡിമാൻഡ് കർവുകൾ, രണ്ട് ഡിമാൻഡ് കർവുകൾ കാണിക്കുന്നുണ്ട്, DF ആൻഡ് DD എന്ന് പറയുന്നത്. ദെൻ MC കർവ്, അതുപോലെ തന്നെ മാർജിനൽ റവന്യൂ കർവ്. ഓക്കെ, ദെൻ എന്താണ് ഈ ഡയഗ്രത്തിൽ പറയുന്നത് എന്നുള്ളത് നോക്കാം. It is assumed that there is a single monopolistic domestic firm in an industry and it sells two markets, a domestic market and an export market. അതായത് ഒരു മൊണോപ്പൊളി മാർക്കറ്റ്, ഒരു മൊണോപ്പൊളി ഇൻഡസ്ട്രിയാണ് നിലനിൽക്കുന്നത്. ഒരു കമ്മോഡിറ്റി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫേം മാത്രമേ അവിടെ ഉള്ളൂ അല്ലേ, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ ആ ഒരു പ്രൊഡ്യൂസർ ഹാസ് ടു മാർക്കറ്റ്സ് അല്ലെ, രണ്ട് മാർക്കറ്റുകളാണുള്ളത്. ദാറ്റ് ഈസ് ഡൊമസ്റ്റിക് മാർക്കറ്റ് ആൻഡ് എക്സ്പോർട്ട് മാർക്കറ്റ്. അത് നിങ്ങൾ സങ്കല്പിക്കുക അല്ലേ, ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ നിലനിൽക്കുന്നു. ദെൻ ആ ഒരു പ്രൊഡ്യൂസർ രണ്ട് മാർക്കറ്റിൽ തൻ്റെ കമ്മോഡിറ്റീസ് വിൽപ്പനയ്ക്കായിട്ട് എത്തിക്കുന്നു. അതിൽ ഒന്നാണ് ഈ പറയുന്ന ഡൊമസ്റ്റിക് മാർക്കറ്റ് എന്ന് പറയുന്നത്, അതേപോലെ തന്നെ മറ്റൊന്ന് ഇൻ്റർനാഷണൽ മാർക്കറ്റ് അല്ലെങ്കിൽ എക്സ്പോർട്ട് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, then the demand curve faced by the firm in the domestic market is given by DD. പിന്നെ ഡയഗ്രത്തിലേക്ക് നോക്കുന്ന സമയത്ത് DD എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് കർവ് കാണാൻ സാധിക്കും. ഇറ്റ് ഈസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ്. ഈ ഡിമാൻഡ് കർവ് കാണിക്കുന്നത് എന്താ, ദാറ്റ് ഈസ് ദ ഡൊമസ്റ്റിക് ഡിമാൻഡ് കർവ് ഫോർ ഡൊമസ്റ്റിക് മാർക്കറ്റ്. അതായത് രാജ്യാതിർത്തിക്കുള്ളിൽ വിപണനം നടത്തുന്നതിനുള്ള ആ ഒരു ഡിമാൻഡ് കർവാണ് DD എന്ന് പറയുന്നത്. ഓക്കെ, then since the firms can sell as much as it likes in the foreign market at the price PF അല്ലേ. അപ്പോൾ ഇവിടെ നോക്കാം, PF എന്നുള്ളതാണ്, DF എന്ന് പറയുന്നതാണ് ഡിമാൻഡ് കർവ് ഇൻ ദ ഫോറിൻ മാർക്കറ്റ്. അപ്പോൾ PF എന്ന് പറയുന്ന പ്രൈസിന് എത്ര വേണമെന്നുണ്ടെങ്കിലും എന്താണ്, ആ PF എന്ന് പറയുന്ന പ്രൈസിൽ എത്ര വേണമെന്നുണ്ടെങ്കിലും ഫോറിൻ മാർക്കറ്റിൽ അവർക്ക് വിൽപ്പന നടത്താനായിട്ട് സാധിക്കും. The demand curve faced by the firm in the export market is given by the horizontal line DF അല്ലേ. അതാണ് DF എന്ന് പറയുന്നതാണ്, ദാറ്റ് ഈസ് ദ ഡിമാൻഡ് കർവ് അണ്ടർ ഫോറിൻ മാർക്കറ്റ്. അപ്പോൾ ഈ DF എന്ന് പറയുന്ന ഈ ഡിമാൻഡ് കർവിൽ PF എന്ന് പറയുന്ന പ്രൈസിൽ എത്ര വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകമായിട്ട് ഓർത്ത് വയ്ക്കുക, ഡയഗ്രത്തിനകത്ത് രണ്ട് ഡിമാൻഡ് കർവുകൾ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. D എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ഡൊമസ്റ്റിക് ഡിമാൻഡ് കർവ് ഓഫ് ദ കമ്മോഡിറ്റി ആൻഡ് PF പ്രൈസിൽ വിൽപ്പന ചെയ്യപ്പെടുന്ന DF എന്ന് പറയുന്ന ഡിമാൻഡ് കർവ് കാണിക്കുന്നത് എന്താ, ദാറ്റ് ഈസ് അന്താരാഷ്ട്ര ചോദന വക്രമാണ്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡിമാൻഡ് കർവാണ് എന്ന് പറയുന്നത് DF എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡയഗ്രത്തിൻ്റെ ഈ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇറ്റ്സ് എ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് അല്ലേ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവാണ്. അതായത് ധാരാളം കൺട്രീസ് ഒരു കൺട്രിയുടെ കമ്മോഡിറ്റി ആവശ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിൽ ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, then the markets are assumed to be segmented to that the firm can charge a higher price for domestically sold goods such as the charges of for exports അല്ലേ. ഇവിടെ ഈ ഒരു ഡിമാൻഡ് കർവ്, ഡൊമസ്റ്റിക് മാർക്കറ്റിലെ ഡിമാൻഡ് കർവ് ശ്രദ്ധിക്കുക. DDയിൽ എത്രയാണ് പ്രൈസ് ഈടാക്കുന്നത്, OQD കമ്മോഡിറ്റി വിൽപ്പന ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. എത്രയാണ് ആ OQD കമ്മോഡിറ്റിക്ക് ചാർജ് ചെയ്യുന്ന പ്രൈസ്, ദാറ്റ് ഈസ് OPD അല്ലേ. ഇത്രയും പ്രൈസാണ് എന്ത് ചെയ്യുന്നത്, ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഈ ഒരു കമ്മോഡിറ്റിക്ക് ഈടാക്കുന്നത്. Okay, then MC is the marginal cost curve for total output which can be sold on either market അല്ലേ. അതായത് രണ്ട് മാർക്കറ്റിലും, അതായത് ഇൻ്റർനാഷണൽ മാർക്കറ്റ് ആയാലും ഡൊമസ്റ്റിക് മാർക്കറ്റ് ആയാലും കമ്മോഡിറ്റീസ് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള കോസ്റ്റ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, വിൽ ബി ദ സെയിം. ദറ്റ് ഈസ് ദ MC കർവ്. അതായത് ഡൊമസ്റ്റിക് മാർക്കറ്റിലും അന്താരാഷ്ട്ര വിപണിയാണെങ്കിൽ പോലും ആ ഒരു കമ്മോഡിറ്റി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ചിലവിൽ വ്യത്യാസമില്ല, ചിലവ് സെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മാർജിനൽ കോസ്റ്റ് കർവാണ് അവിടെ നിലനിൽക്കുന്നത്. ഓക്കെ,
Then profits are maximized by the firm when marginal revenue is equal to marginal cost in each market. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഒരു മൊണോപ്പൊളി മാർക്കറ്റിനകത്ത് ഒരു ഫേം എപ്പോഴാണ് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നത്? മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ തുല്യമാവുന്ന പോയിന്റാണ് അല്ലേ. അപ്പോൾ ഇവിടെ രണ്ട് പോയിന്റുകൾ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ഈ ഒരു ഡിമാൻഡ് മാർജിനൽ റവന്യൂവും അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റും തുല്യമാവുന്ന പോയിന്റുകൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ QM ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് MCMR തുല്യമാവുന്നത്. ഓക്കെ, ദെൻ DDയും MCയും തമ്മിൽ തുല്യമാവുന്ന ഈ ഒരു പോയിന്റിനകത്ത് എന്താണ് ഈ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ marginal revenue on domestic sales is represented by the curve MRD which lies below DD. ഓക്കെ, ഇവിടെ മാർജിനൽ റവന്യൂ കർവ് നമുക്ക് കാണാൻ സാധിക്കും. ഇറ്റ് ഈസ് ദ ഡിമാൻഡ് കർവ് ഇൻ ദ ഡൊമസ്റ്റിക് മാർക്കറ്റ് ആൻഡ് MRD എന്ന് പറയുന്നതാണ് മാർജിനൽ റവന്യൂ കർവ് അണ്ടർ ഡൊമസ്റ്റിക് മാർക്കറ്റ് അല്ലേ. അപ്പോൾ ഈ മാർജിനൽ റവന്യൂ കർവ് എന്ന് പറയുന്നത് ഈ ഡിമാൻഡ് കർവിന് താഴെയായിട്ടാണ് വരുന്നത്. ഈ MCMR തുല്യമാവുന്ന പോയിന്റാണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, then export sales takes place at a constant price PF. ഓക്കെ, കമ്മോഡിറ്റീസ് വിൽപ്പന ഉണ്ടെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിൽ ആ ഒരു കമ്മോഡിറ്റി വിൽപ്പന ചെയ്യുന്നത് PF പ്രൈസിനാണ് വിൽപ്പന ചെയ്യുന്നത്. സോ ദ മാർജിനൽ റവന്യൂ ഫോർ ആൻ അഡീഷണൽ യൂണിറ്റ് എക്സ്പോർട്ടഡ് ഈസ് PF. അതുകൊണ്ട് തന്നെ ഒരു യൂണിറ്റ്, ഈ ഒരു കമ്മോഡിറ്റിയുടെ ഒരു യൂണിറ്റ് അധികമായിട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന അധിക വരുമാനം എന്ന് പറയുന്നത് എന്തായിരിക്കും? PF തന്നെയായിരിക്കും. ഓക്കെ, സിൻസ് the additional unit can always be sold at PF, the firm increases output until the marginal cost equal to PF അല്ലേ. ഈ ഒരു മാർജിനൽ കോസ്റ്റും അതുപോലെ തന്നെ PF എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ മാർജിനൽ റവന്യൂ ആൻഡ് ഡിമാൻഡ് കർവ് അല്ലേ. അപ്പോൾ ഈ ഒരു PFും മാർജിനൽ കോസ്റ്റും തുല്യമാവുന്ന പോയിന്റ് വരെ ആ ഒരു കമ്മോഡിറ്റി എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു കമ്മോഡിറ്റി മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഡൊമസ്റ്റിക് എക്കണോമി തയ്യാറാവും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം PF പ്രൈസിൽ QM ക്വാണ്ടിറ്റി വരെ എന്താണ് പ്രൊഡ്യൂസ് ചെയ്ത് വിൽപ്പന നടത്താനായിട്ട് അന്താരാഷ്ട്ര വിപണിയിൽ എത്തിക്കാനായിട്ട് അവർ തയ്യാറാണ്. ഓക്കെ, then to equate the marginal revenue and marginal cost in both the markets, the firm should produce the quantity QM which is the profit maximizing output. അപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ വിൽപ്പന നടത്തുന്ന സമയത്ത് ഈ ഒരു ഫേമിന് എത്ര ഔട്ട്പുട്ട് വിൽപ്പന നടത്തിയാലാണ് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുന്നത്? ദാറ്റ് ഈസ് QM എന്ന് പറയുന്ന അത്രയും ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വിൽപ്പന നടത്തുമ്പോഴാണ് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അന്താരാഷ്ട്ര വിപണിയിലെ മാർജിനൽ റവന്യൂയും മാർജിനൽ കോസ്റ്റും തുല്യമാവുന്ന ഈ ഒരു പോയിന്റിൽ. അപ്പോൾ ഈ QM ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വിൽപ്പന നടത്തുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നു. ഔട്ട് ഓഫ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി QM, അതായത് ഈ QM എന്ന് പറയുന്നതാണ് ഒരു കൺട്രി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആകെ കമ്മോഡിറ്റിയുടെ അളവ്. ദെൻ QD ഈസ് സോൾഡ് ഇൻ ദ ഡൊമസ്റ്റിക് മാർക്കറ്റ് അല്ലേ. QD എന്ന് പറയുന്ന അത്രയും എന്താണ് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വിൽപ്പന ചെയ്യപ്പെടുന്നു. ആൻഡ് QM ക്വാണ്ടിറ്റി ഈസ് എക്സ്പോർട്ട് അല്ലേ. QM ഇത്രയും ക്വാണ്ടിറ്റി എന്താണ് മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ പ്രത്യേകമായിട്ട് അടയാളപ്പെടുത്തിൻ്റെ QD എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് സെയിൽസിനെ കാണിക്കുന്നു. ദെൻ QM എന്ന് പറയുന്നത് എക്സ്പോർട്സിനെ ആണ് കാണിക്കുന്നത്. Then the quantity QD will be demanded domestically at a price PD. ഓക്കെ, QD എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അല്ലേ. PD പ്രൈസിനാണ് അവിടെ വിൽപ്പന ചെയ്യുന്നത്, വിച്ച് ഈസ് എബോവ് ദ എക്സ്പോർട്ട് പ്രൈസ് അല്ലേ. ഈ PD എന്ന് പറയുന്നത് എന്താണ്? എക്സ്പോർട്ട് പ്രൈസിനേക്കാൾ കൂടുതലാണ്. അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിൽ ആ ഒരു കമ്മോഡിറ്റി എത്ര രൂപയ്ക്കാണോ വിൽപ്പന ചെയ്യുന്നത് അതിനേക്കാൾ കൂടുതൽ വിലയ്ക്കാണ് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വിൽപ്പന ചെയ്യുന്നത്. ഓക്കെ, that is since PD is greater than PF അല്ലേ. അതായത് PD എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് പ്രൈസ് ആണ്, അത് PFനേക്കാൾ കൂടുതലാണ്, ഫോറിൻ മാർക്കറ്റിലെ പ്രൈസിനേക്കാൾ കൂടുതലാണ്. The firm exports at a lower price than it charges domestic consumers. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്താണ്? സെയിം കമ്മോഡിറ്റി ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വില കൂട്ടിയിട്ടും ഫോറിൻ മാർക്കറ്റിലെ വില കുറച്ചിട്ടുമാണ് ഈ ഒരു ഫേം വിൽപ്പന നടത്തുന്നത്. Okay, thus the firm is dumping, selling more cheaply in the foreign market than at home. Okay, that is the diagrammatical representation of the dumping. അപ്പോൾ ഇതിൽ ഡയഗ്രത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്.
OQD ആണ് ഡൊമസ്റ്റിക് മാർക്കറ്റിനകത്ത് വിൽപ്പന ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റി, അത് വിൽപ്പന ചെയ്യപ്പെടുന്ന പ്രൈസ് എന്ന് പറയുന്നത് PD ആണ്. ദെൻ OQM എന്ന് പറയുന്ന അല്ലെങ്കിൽ QM എന്ന് പറയുന്ന അത്രയും ക്വാണ്ടിറ്റി മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു, അത് അത്രയും കമ്മോഡിറ്റി എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് PF ആണ്. സോ PD ഈസ് ഗ്രേറ്റർ ദാൻ PF. സോ ദർ ഈസ് എ ഡംപിങ്. ഈ കമ്മോഡിറ്റിയുടെ പ്രൈസ് വില കുറച്ചുകൊണ്ട് അന്താരാഷ്ട്ര വിപണിയിൽ ലഭ്യമാക്കി കൊടുക്കുന്നുണ്ട്. ദെൻ ഡംപിങ് ഈസ് വൈഡ്ലി റിഗാർഡ് ആസ് എൻ അൺഫെയർ പ്രാക്ടീസ് ഇൻ ദ ഇൻ്റർനാഷണൽ ട്രേഡ്. അല്ലേ, അന്താരാഷ്ട്ര വിപണിയിൽ ഈ ഡംപിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രാഷ്ട്രങ്ങളും അവരുടെ കമ്മോഡിറ്റി, അവരുടെ ഉൽപ്പന്നങ്ങൾ മറ്റുള്ള രാഷ്ട്രങ്ങളുടെ മുകളിൽ ഡംപ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അല്ലേ, അവിടെ ധാരാളമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ആ ഒരു കമ്മോഡിറ്റി വില കുറച്ച് വിൽക്കുന്നത് കൊണ്ട് എന്താണ് ആ ഒരു രാഷ്ട്രത്തിന് നേട്ടമുണ്ട്. അപ്പോൾ ഇതൊരു അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ആയതുകൊണ്ട് തന്നെ ഇത് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഓരോ രാഷ്ട്രത്തിൻ്റെയും ചുമതലയാണ്. ഇപ്പോൾ നമ്മൾക്കൊക്കെ അറിയാൻ സാധിക്കും, ഇപ്പോൾ ചൈനീസ് ഉൽപ്പന്നങ്ങളൊക്കെ ധാരാളമായിട്ട് നമുക്ക് ഇവിടെ ഡംപ് ചെയ്യുന്ന സമയത്ത് അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറേയധികം പോളിസീസൊക്കെ നമ്മളുടെ ഗവൺമെൻറ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലേ, അപ്പോൾ ട്രേഡ് റെസ്ട്രിക്ഷൻസ് വിൽ ബി ഇമ്പോസ്ഡ് ഇൻ ദ ഫോം ഓഫ് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടീസ്. അല്ലേ, അപ്പോൾ ഇത്തരത്തിൽ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ചുമത്തിയിട്ട് ഈ ഡംപിങ് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ടു പ്രൊഹിബിറ്റ് ഫോറിൻ ഫേംസ് ഫ്രം ഡംപിങ് ദിയർ പ്രൊഡക്ട്സ് ഇൻ ദ ഹോം മാർക്കറ്റ് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടീസ് വിൽ ഓഫ്സെറ്റ് ദ പ്രൈസ് ഡിഫറൻഷ്യൽസ്. അപ്പോൾ ഇത്തരത്തിൽ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടീസും അതുപോലെ തന്നെ ട്രേഡ് ബാരിയേഴ്സും ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ്, ഒരു രാഷ്ട്രം അവരുടെ ഉൽപ്പന്നങ്ങൾ മറ്റുള്ള രാഷ്ട്രങ്ങളുടെ മുകളിൽ ഡംപ് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡംപിങ് എന്ന് പറയുന്നത് ഒരു അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. ദെൻ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഡംപിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഡംപിങ്ങിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഒരു മൊണോപ്പൊളി മാർക്കറ്റിൽ അന്താരാഷ്ട്ര വിപണിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് വിവിധ വിലയ്ക്ക് വിവിധ രാഷ്ട്രങ്ങളിലേക്ക് അല്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് വിവിധ രാഷ്ട്രങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിനെയാണ് ഡംപിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡംപിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാകും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.